സിബി സ്ലീബ SS വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നൊസ്റ്റാൾജിയ, റൊമാഞ്ചം, ഈ രണ്ട് വേർഡ്സാണ് ഈ ബ്രാൻഡായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ബ്രാൻഡിൻ്റെ ഈ പ്രോഡക്റ്റ് നമുക്കെല്ലാവർക്കും ആദ്യം ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മഹീന്ദ്ര ആ ബ്രാൻഡിനെ, ഥാർ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഒരു മോഡേൺ ഫാമിലി കാർ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹം എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വാഹനമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. സോ ഇന്ന് മഹീന്ദ്ര ഥാറിൻ്റെ 3rd ജനറേഷൻ മഹീന്ദ്ര ഥാർ 2020 ഞാൻ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്താൻ പോവാം. സോ ഇതാണ് മഹീന്ദ്ര ഥാർ. ഇറ്റ്സ് നോട്ട് ഓൺലി എ ബീസ്റ്റ് ബട്ട് ഓൾസോ എ ബ്യൂട്ടി. അപ്പം നമുക്ക് താറിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എലിമെൻറ്റ് പരിചയപ്പെടാം. സോ ഫസ്റ്റ്ലി നമുക്ക് പണ്ടത്തെ താറ് നോക്കുവാണെങ്കിൽ ഡിസൈനകത്ത് അവർ വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒരു പക്ക ഓഫ് റോഡ് വെഹിക്കിളായിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മോഡേൺ ഫാമിലി കാർ അല്ലെങ്കിൽ ആസ്പിറേഷണൽ വെഹിക്കിളായിട്ട് എല്ലാ ഡിസൈൻ എലിമെൻറ്റ്സും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവരും കാണാം, ഈ ഗ്യാപ്സ് ബിറ്റ്വീൻ ഓൾ ദ ബോഡി പാനൽസ് എല്ലാം പെർഫെക്റ്റ്ലി അലൈൻഡ് ആണ്. പിന്നെ നല്ലപോലെ അവർ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഫെൻഡേഴ്സ്, ഫ്രണ്ട് ബമ്പർ കവേഴ്സ്, ഫ്രണ്ട് ബമ്പേഴ്സ് എല്ലാം നീറ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് ആണ്. സോ ദാറ്റ് മൊത്തത്തിലൊരു വൈഡ് സ്റ്റാൻസ് വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, നോർമൽ റിഫ്ലക്ടർ ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹാലോജൻ ബൾബ്സ് ആണ്. പിന്നെ ഇവിടെ ഒരു DRL കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ മണ്ടയ്ക്ക്. സെക്കൻഡ്ലി പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചറാണ് ഫോഗ് ലാമ്പ്. ഫസ്റ്റിലെ താറിനകത്തില്ലായിരുന്നു, വെൽ ഇൻറ്റിഗ്രേറ്റഡ്, അത് നോർമൽ ഹാലോജൻ ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6 ലൈറ്റഡ് ഗ്രില്ലാണ് മഹീന്ദ്ര ഇന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഥാറിൻ്റെ ബാഡ്ജിങ് ഈ പോർഷനിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൽ പലയിടത്തും ഥാറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. സോ ഈ ഒരു എലിമെൻറ്റ് മൊത്തം പ്ലാസ്റ്റിക് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അസ്തെറ്റിക്കലി ഇറ്റ്സ് ഓൾസോ ഗുഡ് ആൻഡ് സേഫ്റ്റി വൈസ് ഓൾസോ ഗുഡ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ LX ആണ്. ഇതിന് AX എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് LXും AX എന്താണെന്ന് വെച്ചാൽ LX ലക്ഷറി വേർഷനാണ്, AX അഡ്വഞ്ചർ വേർഷൻ. സോ അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സോ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, വളരെ ഒരു മാസീവായിട്ടുള്ള ടയറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഇതുണ്ട് 255/65 R18. ഇപ്പോൾ LX എന്ന് പറയുന്ന വേരിയൻ്റാണ് അലോയ് വീൽസ് ഉൾപ്പെടെയുള്ള R18 ടയർ സൈസ് കൊടുത്തിരിക്കുന്നത്. സോ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കാണാം, ഈ ഒരു നല്ല ഗ്യാപ്പ് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഓഫ് റോഡിങ് വെഹിക്കിളിന് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ടയർ സൈസിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവരും കാണാം, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫെൻഡേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫെൻഡർ കവേഴ്സായിട്ട് ഇത് ഓൾ ദ വേ ടിൽ ദ ബാക്ക് ഇത് റൗണ്ട് കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം ഫെൻഡേഴ്സിനകത്ത് M-HOK എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ട്, M-HOK എന്ന് പറഞ്ഞാൽ ഇഞ്ചിൻ്റെ ഡീസൽ എഞ്ചിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. 130 എന്ന് പറഞ്ഞാൽ 130 bhp. പെട്രോൾ വരുമ്പോഴത്തേക്ക് അത് 150 ആവും. M-Stallion ആവും. M-Stallion പുതിയ മഹീന്ദ്രയുടെ പെട്രോൾ റേഞ്ചാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തേക്കുന്ന റേഡിയോ ആൻറ്റിന ഉണ്ട്. ഇത് ഫങ്ഷണലാണ്, ഡമ്മി അല്ല. സെക്കൻഡ്ലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡ് ഫുഡ് സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ക ഓഫ് റോഡിങ് എല്ലാം ക്വാളിറ്റീസും ഉള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ്. പിന്നെ ആ ക്ലാഡിങ് ഈ റിയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാവരും കാണാം, റൗണ്ട് ദ വെഹിക്കിൾ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് മൊത്തം കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഥാറിൻ്റെ ബ്രാൻഡിങ് ആണ് മിററിൽ കൊടുത്തേക്കുന്നത്. സോ മഹീന്ദ്ര ഒത്തിരി അടുത്ത് ഥാർ നല്ലപോലെ എമർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഈ ഓഫ് റോഡിനെ പറ്റി കുറച്ച് ഇൻഫർമേഷനാണ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെഹിക്കിൾ ഓഫ് റോഡിങ്ങിന് വേണ്ടി ബ്രാൻഡ് ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫസ്റ്റാണ് അപ്രോച്ച് ആംഗിൾ യൂസ് ചെയ്തേക്കുന്നത് 42 ഡിഗ്രിയാണ്. ആദ്യം ഇനീഷ്യലി അത് 44 ആണ്, പക്ഷേ അത് 42ലേക്ക് കുറച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡിപ്പാർച്ചർ ആംഗിൾ അത്
37 ഡിഗ്രിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സെൻട്രലിൽ യൂസ് ചെയ്തേക്കുന്ന റാംബോ ആംഗിളും 27 ഡിഗ്രിയാണ്. ആദ്യം അത് 15 ഡിഗ്രി ആയിരുന്നു. സോ ഇതൊക്കെ എന്താണ് മീനിങ് എന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിൽ നമ്മൾ ഏതൊരു ഒബ്സ്റ്റക്കിളിനെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി, തരണം ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആംഗിൾ കൂട്ടിയോടെ വെഹിക്കിൾ ആ ഒബ്സ്റ്റക്കിൾ കവർ ചെയ്യും. അപ്പം റാംബോ ആംഗിളും ഉദ്ദേശിക്കുന്ന അടിയിൽ കൂടെ ഒരു എന്തോ പറഞ്ഞാൽ ഒരു റോക്ക് അല്ലെങ്കിൽ വലിയൊരു ഒബ്സ്റ്റക്കിൾ ഇത് ചെയ്യുകയാണെങ്കിൽ 27 ഡിഗ്രി വരെ ഉള്ള ഏത് ആംഗിളിലുള്ള ഒബ്സ്റ്റക്കിളും ഇത് കവർ ചെയ്ത് മേളിൽ കയറി പോകും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുവാണെങ്കിൽ, ഇത് ഡബിൾ വിഷ് ബോൺ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തേക്കുന്നത്. റിയറിൽ മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. വെഹിക്കിളിൻ്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 226 mm ആണ്. പിന്നെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കൊടുത്തേക്കുന്നത് 650 mm. 650 mm എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഡോറിലേക്ക് വരുന്ന പ്രത്യേകതകൾ ഞാൻ പറയാനുള്ളത്. ഈ ഡോറിനകത്ത് നമ്മൾ ഒറ്റ ഇലക്ട്രോണിക്സോ ഒരു വയറോ യൂസ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ എല്ലാ ഇലക്ട്രോണിക്സും ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടോപ്പിൽ കൂടെ. അപ്പം വാട്ടർ വെയ്ഡിങ്ങിൽ 650 mm അത് കറക്റ്റ് ക്ലിയറൻസിൽ കൂടെ ആയിരിക്കും വെയ്ഡ് ചെയ്ത് പോകാൻ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർഡ് ടോപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ്. സെക്കൻഡ്ലി AX എന്ന് പറയുന്ന മോഡലിനകത്ത് സോഫ്റ്റ് ടോപ്പാണ്, വിച്ച് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ബൈ ദ കസ്റ്റമർ. അതാണ് കോൺസെപ്റ്റ്. പിന്നെ റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവരെയും ഒത്തിരി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു എലിമെൻ്റാണ് ഈ LED ടെയിൽ ലാംപ്സ്. ഇത് ഭയങ്കര റെട്രോ ഫീലിങ്ങിലാണ് അവർ ഡിസൈൻ ചെയ്തതിന്. ഇവിടെയും ഒരു താറിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. സോ വണ്ടി മൊത്തത്തിൽ ഒരു താർ ഫീലിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ്ലി പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇത് 2 സെക്ഷനായിട്ടാണ് തുറക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു ലോവർ സെക്ഷൻ തുറക്കാം. പിന്നെ ഈ സെക്ഷന് നമുക്ക് ഇവിടെ ഹൈഡ്രോളിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് ഡീഫോഗറാണ്. പിന്നെ റിയർ വൈപ്പറിൻ്റെ കാര്യമല്ല, ഓൾറെഡി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എലിമെൻറ്റ് കാണിച്ചു തരാം. ഇവിടെ ബ്രാൻഡ് ഒരു ലീഫിൻ്റെ ഒരു എംബ്ലം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതൊരു പക്ക ഓഫ് റോഡ് വെഹിക്കിളാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ടെറൈൻ. ഇത് നമ്മുടെ ഫോറസ്റ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ്ലി നിങ്ങളെ കാണിച്ചു തരാം, ഞാനൊരു കാര്യം വിട്ടുപോയി. ഇവിടെ ബ്രാൻഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് ക്യാമൽ, നമ്മുടെ വണ്ടി, പിന്നെ കാക്ടസ്, പിന്നെ ഓഫ് റോഡും കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ടെറൈനകത്തും നമുക്ക് ഈ വാഹനം യൂസ് ചെയ്യാന്നുള്ള ഇൻഡിക്കേഷനും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ പല പല നല്ല നല്ല എലിമെൻറ്റ്സ് റെട്രോ ഫീലിങ്ങിന് വേണ്ടി വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിസൈൻ എലിമെൻറ്റിനകത്ത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇതിൻ്റെ റിയർ ടയറാണ്. ഒരു ഫുൾ സൈസ് അലോയ് വീലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ബ്രാൻഡിങ് കാറിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, റിയർ സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ ബമ്പറിൽ ഇവിടെയും പ്ലാസ്റ്റിക് ബമ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കീ ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫങ്ഷണൽ അല്ല, ഇതൊരു റിഫ്ലക്ടറാണ്. എനിക്ക് തോന്നുന്നു അതൊരു മോഡിഫിക്കേഷൻ പാർട്ടായിട്ട് ഇവിടെ ഒരു ലൈറ്റിംഗ് എലിമെൻറ്റ് പിന്നീട് കയറി വരും. പിന്നെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, ഫിറ്റ് ആൻഡ് ഫിനിഷ്. മഹീന്ദ്ര താറിൻ്റെ എല്ലാ വേരിയൻസും 4x4 അവൈലബിൾ, 2x4 ഇല്ല. പിന്നെ എല്ലാത്തിനകത്തും ഇലക്ട്രോണിക് ഷിഫ്റ്റ്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു എലിമെൻറ്റ് ആഡ് ചെയ്തേക്കുന്ന ഇതിൻ്റെ സോഫ്റ്റ് ഡോർ ക്ലോസിംഗ് ആണ്. വളരെ പണ്ടത്തെ ഒരു വണ്ടി അടയ്ക്കാൻ നേരം അത്രയൊരു ഫീൽ ഇല്ലായിരുന്നു, പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ക്ലോസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും താറിൻ്റെ ഒരു വലിയൊരു ബാഡ്ജിങ് ക്രോമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എഞ്ചിൻ ബേ പരിചയപ്പെടാം. ഇപ്പം മഹീന്ദ്രയുടെ എഞ്ചിനെ പറ്റി ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വളരെ ഹെവി ആയിട്ടുള്ള ബോണറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രൊഡക്റ്റ് M-Hawk എഞ്ചിനാണ്, 2.2 ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 130 bhp ആണ് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. പഴയ വണ്ടി നോക്കുവാണെങ്കിൽ 107 bhp ഉള്ളായിരുന്നു വിത്ത് 5 സ്പീഡ് ഗിയർ ബോക്സ്. അപ്പോൾ ആ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. പ്ലസ് ഒരു പെട്രോൾ എഞ്ചിനൂടെ ഓട്ടോമാറ്റിക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തു. പെട്രോൾ എഞ്ചിന് പ്രത്യേകത ടർബോ പെട്രോളാണ്. ടർബോ പെട്രോളിനകത്ത് 150 bhp ആണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു നല്ല ഫൺ ടു ഡ്രൈവ് വെഹിക്കിൾ ആയിരിക്കും അത്. പിന്നെ പെട്രോൾ വെഹിക്കിൾ ഓൺലി കംസ് വിത്ത് ഓട്ടോമാറ്റിക്, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഡീസലിനകത്തും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ എഞ്ചിൻ റൂം കാണാം, നല്ല വെൽ ഇൻസുലേറ്റഡ് ആണ്. സോ 30% റിഡക്ഷൻ ഇൻ നോയ്സ് വന്നിട്ടുണ്ട്, NVH ലെവൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നല്ലപോലെ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. 650 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ടാണ് മഹീന്ദ്ര അതിൻ്റെ അകത്ത് പ്രത്യേകം കെയർ എടുത്തിട്ടുണ്ട്, ഒരു ഇലക്ട്രോണിക്സും നശിച്ചു പോകല്ലോ. പിന്നെ വളരെ നീറ്റായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത എഞ്ചിൻ റൂമാണ്, നല്ല വെൽ പ്ലേസ്ഡ് ആണ് എല്ലാം. വളരെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് പ്രീവിയസ് ജനറേഷൻ താറായിട്ട് കമ്പയർ ചെയ്തത്. സോ മഹീന്ദ്ര താറിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബോഗ് വാർണറിൻ്റെ ഒരു 4 വീൽ ഡിഫറൻഷ്യൽ സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു 4 വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. അത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് മഹീന്ദ്ര മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പ്ലസ്
ഇതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിഫറൻഷ്യൽ സിസ്റ്റം ഇലക്ട്രോണിക്കലി ബ്രേക്ക് ലോക്ക് ഡിഫറൻഷ്യൽ ത്രൂ ആണ് പ്രവർത്തിക്കുന്നത്. ഈ ഇലക്ട്രോണിക്കലി ബ്രേക്ക് ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ വീല് എയറിലാണ്, സർഫേസ് ടച്ച് ചെയ്യുന്നില്ല. ഒരു സർഫേസ് ടച്ച് ചെയ്തിരിക്കുന്ന വീലിനകത്ത് 100 RPM കൂടെ പവർ എക്സ്ട്രാ ആയിട്ട് ഡെലിവറി ചെയ്ത് അത് ക്രോൾ ഫംഗ്ഷനിൽ കൂടെ ഏത് ഒരു സിറ്റുവേഷനിൽ കൂടെ വണ്ടിയെ കടത്തി കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളതാണ് ആ ഡിഫറൻഷ്യൽ. പക്ഷേ അത് മൊത്തം ഇപ്പോൾ ഇലക്ട്രോണിക് ആണ്, ECU ത്രൂ ആണ് അത് മൊത്തം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വളരെ ഓഫ് റോഡിൽ നല്ല കപ്പാസിറ്റി ഉള്ളൊരു വെഹിക്കിളാണ് ദ ന്യൂ മഹീന്ദ്ര താർ. വെളിയിൽ നമ്മളെ ഞെട്ടിച്ചതിൻ്റെ കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മളെ ഞെട്ടിക്കുന്നത്. പുതിയ താറിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്ട്രാ ഓർഡിനറിയാണ്. സോ ഈച്ച് ആൻഡ് എവറി എലിമെൻറ്റ് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര പിനിഫിറിനെയും നോർത്ത് അമേരിക്ക മഹീന്ദ്രയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഫുള്ളി വാഷബിൾ ഇൻറ്റീരിയേഴ്സാണ്. എവറിത്തിങ് നമ്മുടെ സീറ്റ്സ് ഉൾപ്പെടെ എവറിത്തിങ് ഈസ് വാഷബിൾ. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രോണിക്സ് എല്ലാം ഈ റൂഫിൽ കൂടെയാണ് പോയിരിക്കുന്നത്. താഴത്തെ ലെവലിൽ കൂടെ ഒന്നും അവർ കൊണ്ടുവന്നത് 650 mm വാട്ടർ വെയ്ഡിങ്, അത് ഞാൻ ആദ്യം പറഞ്ഞു. സോ നമുക്ക് ഡിസൈൻ എലിമെൻറ്റ് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ എയർകോൺ വെൻസ് നമുക്ക് പരിചയമുള്ള ലെൻസ് ക്യാമറ അതിൽ നിന്ന് ഇൻസ്പയർ ആയി ആണ് ഈ എയർകോൺ വെൻസ് വന്നിരിക്കുന്നത്. AC യെ പറ്റി പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ AC അല്ല, പക്ഷേ എന്നാലും നല്ല റോട്ടറി സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാം സംവിധാനത്തോടു കൂടിയാണ് എയർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള എയർ കണ്ടീഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീല് നല്ലൊരു ഫീൽ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പഴയ താറായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വോയിസ് കൺട്രോൾസ്, സോഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മുടെ എന്തോ പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മഹീന്ദ്രയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ എയർ ബാഗ്സ് ആണ് ഈ വെഹിക്കിളിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, സേഫ്റ്റി നോംസ് ഇത് ചെയ്യാൻ വേണ്ടി. സോ ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ നടുക്ക് നമുക്ക് TFT ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനലോഗ് 2 മീറ്റേഴ്സും RPM-ഉം സ്പീഡോമീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 7-inch ടച്ച് സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്തത്. 7-inch ടച്ച് സ്ക്രീനകത്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഹോം ബട്ടൺ ഞാൻ അമർത്താം. ഇതിനകത്ത് റേഡിയോ കാണാം, റേഡിയോ ഓക്കെ,
സെക്കൻഡ് ഇത് അഡ്വഞ്ചറിലേക്ക് പോകാൻ. ഈ അഡ്വഞ്ചറാണ് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് റിയൽ ടൈമായിട്ട് ഓൺ റോഡിൽ പവർ ഡെലിവറി, ടോർക്ക്, ജി മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്ലി ഇത് കമ്പസ് ആണ്. ഇപ്പം നമ്മൾ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം വണ്ടി ഓടാൻ നേരം കിലോമീറ്ററും നമുക്ക് പാരലി 2 സ്ക്രീനിലും പാരലായിട്ട് കാണിക്കും. പിന്നെ ഇതിൻ്റെ ഓഫ് റോഡ് ഓപ്ഷൻ ഉണ്ട്. ഓഫ് റോഡ് ഓപ്ഷനകത്ത് നമുക്ക് എല്ലാം ഫീച്ചേഴ്സും കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് കാണാം. ഇപ്പം വെഹിക്കിളിൻ്റെ സെൻറ്ററാണ് സ്റ്റിയറിംഗ് വീൽ നിൽക്കുന്നത്. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റിലേക്ക് എത്ര ഡിഗ്രി തിരിച്ചിട്ടുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പിച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ 0 ഡിഗ്രി പിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ ടിൽറ്റ് ആംഗിളാണ്. ഇപ്പോൾ -2 ഡിഗ്രിയിൽ വണ്ടി കുറച്ച് ചരിഞ്ഞായിരിക്കുന്നത്. സോ ഇത്രയും ഇൻഫർമേഷൻ ഈ ഓഫ് റോഡിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഇൻഫർമേഷനാണ് ഈ ഡിസ്പ്ലേ കൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഏത് ഗിയറിലാണ് കിട്ടുന്നത്. ഇപ്പം ന്യൂട്രലാണ് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് ഫസ്റ്റിലേക്ക് ഇടുവാണെങ്കിൽ വേറെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് 4 ഹൈയിലാണ്. അപ്പം 4 ഇപ്പം പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം 2 ഹൈ ആയി. പിന്നെ ബാക്കിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് 4 ലോ ആവണം. സോ അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടാതെ തന്നെ താറിനകത്ത് വേറെ കുറേ ഇതുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ഫോണിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, കാർ ഇൻഫർമേഷൻ. ഇപ്പോൾ കാർ ഇൻഫർമേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ടയർ പ്രഷർ TPMS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടയർ പ്രഷർ ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും വെഹിക്കിൾ കാണിക്കും. പിന്നെ ഒരു പുഷ് ബ്ലൂ സെൻസിൻ്റെ ആപ്പ് ഉണ്ട്, നോട്ട് കണക്റ്റഡ് ആണ് ഇപ്പം. പിന്നെ ഇക്കോ സെൻസ് ഉണ്ട്. ഇപ്പോൾ ഇക്കോ സെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ് പറയുന്ന ഒരു കാണിച്ചു തരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്കത് റീസെറ്റ് ചെയ്യാം. പിന്നെ അലേർട്സ്, നമുക്ക് എന്തെങ്കിലും അലേർട്സ് വെഹിക്കിൾ തരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വരും. പിന്നെ DRL നമുക്ക് വെഹിക്കിളിനകത്ത് വേണമെങ്കിൽ ഇപ്പോൾ ഓണാണ് കാണിക്കുന്നത്, നമുക്കത് വേണമെങ്കിൽ ഓഫും ചെയ്ത് വെക്കാം. സോ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ പിന്നെ സെറ്റിങ്സ് ആണ്. അതിൻ്റെ അകത്ത് എല്ലാ സെറ്റിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോം പേജിലേക്ക് ഇങ്ങനെ പോകാം. പിന്നെ ഡയറക്റ്റ്ലി ഈ പറയുന്ന റേഡിയോ, ഫോണ്, ഇൻഫോർമേഷന് ഇതെല്ലാം ഇവിടെ തന്നെ മുമ്പേ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ ഓണും ഓഫും ഇതിനകത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിസ്റ്റത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് IP54 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ മുമ്പേ തന്നെ വെള്ളത്തിനകത്തൂടെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ടായത് തന്നെ ഇത് IP54 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ചസൊക്കെ വളരെ ഹൈലി നല്ലൊരു ഫങ്ഷണൽ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാം. ഇത് എയർ ബാഗിൻ്റെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാസഞ്ചർ എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്താൽ ഇത് സീറ്റ് ബെൽറ്റിൻ്റെ ഇൻഡിക്കേഷൻ. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള സോഫ്റ്റ് ടച്ചിലാണ് ഹസാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ 3 ബ്ലാങ്ക് സ്പേസ് നമുക്ക് അഡീഷണലായിട്ട് നമുക്ക് വെഹിക്കിൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ടോഗിൾ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷൻ ഇത് സ്പേസ് ആണ് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡിൽ നിങ്ങൾക്കാണ് 2 USB പോർട്സ്, ഓക്സിലറി സപ്പോർട്ട്, പിന്നെ 12 വോൾട്ട് ചാർജിങ് പോയിന്റ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കാണാം ഈ ഒരു വെഹിക്കിളിനകത്ത് മൊത്തത്തിലൊരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. സ്വിച്ചസിൻ്റെ അവിടെ ഉണ്ട്, AC വെൻസിനകത്ത് അവിടെ ഉണ്ട്. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസ് സെൻട്രലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നോർമലായിട്ടുള്ള ഹാൻഡ് ബ്രേക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്സ് ആണ്. സ്റ്റിയറിംഗ് വീല് നല്ലൊരു ഗ്രിപ്പുള്ള സ്റ്റിയറിംഗ് വീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഈ പറയുന്ന സിൽവർ ആക്സൽ, ഡീ കട്ടൊന്നുമല്ല, നോർമൽ എനിക്കൊന്ന് TU വീലൊക്കെ കണ്ടുവരുന്നതിൻ്റെ കൂട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആണ്. ഒരു ചീപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫീലില്ല. പിന്നെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒരു എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാർബൺ ഫൈബർ അല്ല, ആ ഒരു ഡിസൈൻ എലിമെൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പഴയ ജനറേഷനെക്കാട്ടിയും ഒത്തിരി ഫാർ ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് പുതിയ ജനറേഷൻ കാർ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ആൻറ്റി സ്ലിപ്പ് മാറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും അത് ഇളക്കിയെടുക്കാൻ പറ്റില്ല. സോ താറിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുവാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് ഡോർ പാഡിലാണ് കാണുന്നത്. പിന്നെ താറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്ക്രൂസ്. പിന്നെ ചെറിയൊരു കബി ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന് വേണ്ടിയുള്ള പോക്കറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഈ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ടി ഈ ഡോർ നമുക്ക് മൊത്തത്തിൽ എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ് ഡോറിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു ഇലക്ട്രിക്കൽസും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ സീറ്റിൻ്റെ ഫംഗ്ഷനല്ല, സീറ്റിൻ്റെ മെറ്റീരിയൽ പറയാനാണെങ്കിൽ ഫുള്ളി വാഷബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് സ്റ്റിച്ചസും ഇടയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് സ്റ്റിച്ചസിൽ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു റെട്രോ ഫീലിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവരും കാണാം ഇവിടെ ഒരു ബാഡ്ജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേർ മഹീന്ദ്ര ലിമിറ്റഡ് മോഡൽ താർ. ഇത് പ്രീ പ്രൊഡക്ഷൻ മോഡലാണ്. സീരിയൽ നമ്പർ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ്, അതാണ് ബാഡ്ജിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റെട്രോ ഫീലിന് വേണ്ടി. പിന്നെ മുമ്പേ പറഞ്ഞതിൻ്റെ കൂടെ ഡാഷ്ബോർഡിൽ മൊത്തത്തിൽ ആ ഫീൽ പോയിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ റിയർ സീറ്റ് സ്പേസ് കാണാം. സോ ഇവിടെ ഒരു പുൾ ഓവർ കൊടുത്തിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് സീറ്റ് ബാക്കിലോട്ട് വലിയും. പിന്നെ ഫുഡ് സ്റ്റെപ്പിൽ നമുക്ക് കയറാം. സോ ഈ സീറ്റ് എനിക്ക് തന്നെ പിടിച്ച് ഇവിടുന്ന് ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യാം. സോ റിയർ സീറ്റ് സ്പേസിലേക്ക് വരുവാണെങ്കിൽ വളരെ നല്ലൊരു
തൈ സപ്പോർട്ടും നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നു 2 അഡൽട്സിന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സൈഡിൽ ഒരു എലിമെൻറ്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ കൈ വെക്കാൻ വേണ്ടി ഒന്നും സംഭവമില്ല. പിന്നെ ഒരു ക്ലോസ്ഡ് വിൻഡ് പെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ക്ലോസ്ട്രോഫോബിക് ഫീലിംഗ് ഒന്നും വരികയില്ല, നല്ല ഏരിയ ആയിട്ടുള്ള ഫീലിംഗ് ആണ് തരുന്നത്. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തരാം. ഈ മേളിലെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കാണാം, 4 സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഇലക്ട്രിക് ലൈനിങ് റൂഫിൽ കൂടെ ആ പോയിരിക്കുന്നത്. അതും ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് വാട്ടർ വെയ്ഡിങ്ങും ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യത്തക്ക ലെവലിലുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഈ സീറ്റിൻ്റെ റിക്ലൈൻ ആംഗിൾ 27 ഡിഗ്രിയിലേക്ക് ചരിക്കാം. പിന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഒരു റോൾ കേജ് വിത്ത് ഗ്രാബ് ഹാൻഡിൽസ്. അപ്പം ഇവിടെയുണ്ട് റോൾ കേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എക്സ് മോഡലിൽ നമുക്ക് ഈ ഒരു പോർഷൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് സോഫ്റ്റ് ടോപ്പാണ്, ഊരി മാറ്റാൻ പറ്റും. അപ്പോൾ റോൾ കേജും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇതായിട്ട് കാണാൻ പറ്റും. സീറ്റിൽ റിക്ലൈൻ ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സീറ്റിൽ ഐസോഫിക്സ് ഉണ്ട്. ഐസോഫിക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൈൽഡ്സ് സേഫ്റ്റി പ്രിക്കോഷനായിട്ട് ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റിയൊരു ഫംഗ്ഷനാണ്. സോ നമുക്ക് ഇതിനകത്ത് ഹാർഡ് ടോപ്പിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ് ടോപ്പ് വരുന്നുണ്ട്. ആ സോഫ്റ്റ് ടോപ്പാണ് നമുക്ക് ഇവിടുന്ന് ഊരി മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അഡ്വഞ്ചർ മോഡലിനകത്ത് മാത്രമേ അത് അവൈലബിൾ ഉള്ളൂ. പിന്നെ നോർമൽ ഥാറും അവൈലബിൾ ആണ്. ബേസ് വേരിയൻറ്റിനകത്ത് 6 സീറ്റർ കപ്പാസിറ്റിയിൽ അതും അവൈലബിൾ ആണ്. ഇവിടെ ഒരു സെൻറ്റർ ഫോർ റൂഫ് ലാമ്പ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് LED ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ നിങ്ങൾക്ക് റിയർ പരിചയപ്പെടുത്തി തന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചേക്കാം. ഇതിൻ്റെ അകത്ത് ബാക്കിൽ നിന്ന് തന്നെ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഒരു ലഗേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡീസൻ്റായിട്ട് 2 പെട്ടി അത്യാവശ്യം ഇരിക്കും. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഫ്രണ്ട്സ്, പുതിയ താർ വരുന്ന 6 സൂപ്പർ കളേഴ്സിലാണ്. അത് ഫസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രിയാണ്. ഒന്ന് റെഡ് റേജ്, നിങ്ങൾക്കറിയാം റെഡ് കളർ. സെക്കൻഡ് മിസ്റ്റിക് കോപ്പർ, തേർഡ് അക്വാമറീന്, ഫോർത്ത് ഗാലക്സി ഗ്രേ, ഫിഫ്ത്ത് ബ്ലാക്ക്, ഈ വണ്ടി നപ്പോളി ബ്ലാക്ക്, പിന്നെ ലാസ്റ്റ് ഒരു കളർ കൂടെ ഉണ്ട് റോക്കി ബീച്ച്. സോ ഇത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കളർഫുൾ പ്രൊഡക്റ്റാണ് മഹീന്ദ്ര താർ. പുതിയ താറിൻ്റെ ഡ്രൈവ് ഫീലിനെ പറ്റിയാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടോർക്ക് നല്ല റെസ്പോൺസീവാണ്. ഞാനിപ്പം ഒരു 100 വരെയൊക്കെ കയറാൻ ശ്രമിക്കാം. നല്ല പഞ്ചായിട്ടുള്ള എഞ്ചിനാണ്. ഒരു 2000 to 3000 RPM ഇടയ്ക്കാണ് മാക്സിമം പവർ ഡെലിവർ ആവുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല നമുക്ക് നല്ലൊരു ഹമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഡൗൺ ഷിഫ്റ്റിങ്ങിനകത്തും വലിയ നോക്കിംഗ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എനിക്കൊന്ന് നല്ലപോലെ എമോക്ക് എഞ്ചിൻ നല്ലപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ട് കമ്പനി. സോ എനിക്ക് തോന്നുന്നു ഒരു 20 കിലോമീറ്റർ ഒരു ഇതിലും 900 RPM ബിലോയിലും വണ്ടി എഞ്ചിൻ നോക്കിംഗ് ഫീൽ ചെയ്യുന്നില്ല. സോ ക്രോളിംഗ് ഫംഗ്ഷനിലേക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ TFT ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിൽ അസെൻഡ് ആൻഡ് ഡിസെൻഡ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് TFT ഡിസ്പ്ലേക്കകത്തുള്ള ഇൻഫോർമേഷൻസ് അങ്ങ് മേലോട്ടും താഴോട്ടും സർഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാം
ഡിസ്റ്റൻസ് ടു MD കാണിക്കുന്നുണ്ട്, ട്രിപ്പ് കാണിക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ടു MD കാണിക്കുന്നുണ്ട്. വണ്ടി 130 bhp ആയതുകൊണ്ട് പ്രീവിയസ് എഞ്ചിൻ 107 ഉള്ളായിരുന്നു. നല്ല ഇനീഷ്യൽ റെസ്പോൺസ് ആണ് ഫീൽ കിട്ടുന്നത്. പിന്നെ ബോഡി ഓൺ ഫ്രെയിം ആയതുകൊണ്ട് വളരെ ഒരു ഈ പറയുന്നതിൻ്റെ കൂട്ട് സോഫ്റ്റ് സസ്പെൻഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ റിജിഡ് അല്ല, ബൗൺസി അല്ല. സോ നല്ലൊരു പ്ലെയിൻ റോഡിലും നല്ലൊരു ഫീലാണ് കിട്ടുന്നത് ഡ്രൈവ് ചെയ്യാൻ നേരം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റോട് കൂടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഒരു ദിവസം മൊത്തം താർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദിവസം മൊത്തം ഓടിച്ചു, ക്ഷീണമില്ല, ലെഫ്റ്റ് ലെഗിൽ പെയിൻ ഇല്ല. അപ്പം ക്ലച്ച് വളരെ സ്മൂത്താണ്. അവർ അതിൻ്റെ അകത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കമ്പനി പണ്ടത്തെ താറ് നല്ലപോലെ ക്ലച്ച് ഹെവി ആയിരുന്നു. സോ ഓടിക്കാൻ നേരം ലെഫ്റ്റ് ലെഗ് നല്ലപോലെ പെയിൻ എടുക്കുമായിരുന്നു. സോ ഇപ്പോഴത്തെ ആ ഒരു സംഭവം നല്ലപോലെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ 130 bhp ആയതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ് എഞ്ചിന്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് TFT ടച്ച് സ്ക്രീനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് ടു MD കാണിക്കും. പിന്നെ ആവറേജ് ഫ്യൂൽ എക്കണോമി ഇപ്പം 13.7 km/L ആണ്. ഇത് പ്രീ പ്രൊഡക്ഷൻ മോഡലാണ്. എനിക്ക് തോന്നുന്നു ഒരു 5,000 to 10,000 km റേഞ്ച് ഓടുമ്പോഴത്തേക്ക് ഒരു 16ൻ്റെ ആവറേജ് വെഹിക്കിൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ആവറേജിൽ. ARI ഇപ്പം വരെ നമുക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത ഇൻഫർമേഷൻ തരുന്നത് ട്രിപ്പ്, പിന്നെ ആവറേജ് കിലോമീറ്റർ ഡ്രൈവിംഗ് സ്പീഡാണ്. അതേ സെയിം സംഭവം നമുക്ക് ഈ സ്ക്രീനിനകത്തും നമ്മുടെ ഇതിനകത്ത് കാണാൻ പറ്റും. അഡ്വഞ്ചറിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺ റോഡിനകത്ത് സെയിം നമുക്ക് ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ 42 km/h 45ലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ടോർക്കിൻ്റെ ഡെലിവറി എന്താണ് കൊടുത്തേക്കുന്നത്, പവർ എത്രയാണ് ജനറേറ്റ് ചെയ്യുന്നത്, പിന്നെ കമ്പസ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്, പിന്നെ G മോണിറ്റർ. സോ വെഹിക്കിൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് പവർ, ടോർക്ക്, കമ്പസ്, G മോണിറ്റർ വരെ നമുക്ക് ലൈവായിട്ട് ഇവിടെ 2 ഡുവൽ ഡിസ്പ്ലേ ആണ് പാരലി കാണാൻ പറ്റുന്നത്. TFT സ്ക്രീനിനകത്തും അവൈലബിൾ ആണ്, നമുക്ക് ഇതിനകത്തും അവൈലബിൾ ആണ്. പ്ലസ് ഓഫ് റോഡ് പോകുകയാണെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ചതിൻ്റെ കൂട്ട് ഡ്രൈവിൻ്റെ ഏതൊക്കെ ഡിഫറൻഷ്യലാണ് യൂസ് ചെയ്യുന്നത്, ടിൽറ്റ്, പിച്ച് ആംഗിൾ, ഇത് പറയുന്ന റോൾ ആംഗിൾ, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പ്ലസ് ഇത് ഇഞ്ചിൻ്റെ ടെമ്പറേച്ചറാണ്. പിന്നെ സ്റ്റിയറിങ് പണ്ട് താറെന്ന് പറഞ്ഞാൽ കുറച്ച് ചരിച്ച് നിർത്തിയാലേ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി പോകുള്ളായിരുന്നു. ഇപ്പം അവരത് ഇമ്പ്രൂവ് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രെയിറ്റിനകത്ത് വണ്ടി സെൻറ്ററിൽ കറക്റ്റ് പിടിച്ച് പോകുന്നുണ്ട്. ആ ഒരു നല്ല വ്യത്യാസം സ്റ്റിയറിംഗ് വീലിനകത്ത് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് 0 to 100 എത്ര സെക്കൻഡ്സിൽ റീച്ച് ചെയ്യുന്നൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാം. സോ 1 2 3. സോ നമുക്ക് 0 to 100 റഫ്ലി 12 to 13 സെക്കൻഡ്സ് റീച്ച് ആയിട്ടുണ്ട്. നമ്മളിപ്പം ഡീസൽ മാനുവലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഡ്രൈവിന് കിട്ടിയിട്ടില്ല, പെട്രോൾ ഓട്ടോമാറ്റിക്കും കിട്ടിയിട്ടില്ല. പക്ഷേ പെട്രോൾ എഞ്ചിന് M-Stallionൻ്റെ പുതിയ റേഞ്ചിൽ 150 bhp ആണ്. വളരെ ഫൺ ലവിങ് ഡ്രൈവിംഗ് കാറായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് ഡ്രൈവിംഗ് ഫീൽ കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ റിവ്യൂ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഈ റിവ്യൂവിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ 3 മുംബൈ, ഡൽഹി ആൻഡ് കൊച്ചിനാണ് ഈ വെഹിക്കിൾ മീഡിയ പ്രിവ്യൂവിലേക്ക് തന്നിരിക്കുന്നത്. സോ മഹീന്ദ്രയ്ക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട് ഈ പ്രിവ്യൂവിന് വേണ്ടി ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തതിന്. അതുകൂടാതെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയതിൻ്റെ കൂട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എക്സൈറ്റഡ് ആവുമെന്ന് വിചാരിക്കുന്നു. മഹീന്ദ്രയ്ക്ക് ഇതൊരു വലിയൊരു തിരിച്ചുവരവായിക്കോട്ടെ. ഈ പുതിയ ന്യൂ താറിൻ്റെ എൻട്രി എനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റ് ഷെയർ പിടിക്കാൻ വേണ്ടി അവർ നല്ല രീതിയിൽ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഈ വാഹനം വിപണിയിലേക്ക് ഇറക്കട്ടെ. പുതിയ മഹീന്ദ്ര താറിൻ്റെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SS വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്താൻ മറക്കല്ല. സോ ബി സേഫ്, ഡ്രൈവ് സേഫ്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.